ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും സ്വർഗീയ മന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ്. ചോദ്യം 1. ആരാണ് തങ്ങളുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നത്? ഉത്തരം ഇസ്രായേൽക്കാർ. ചോദ്യം 2. ഇസ്രായേൽക്കാർ ബഥേലിൽ വന്ന സായാഹ്നം വരെ ദൈവസന്നിധിയിൽ എന്താണ് ചെയ്തത്? ഉത്തരം ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞു. ചോദ്യം 3. ജനം പുലർച്ചയ്ക്ക് ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ എന്തെല്ലാമാണ് അർപ്പിച്ചത്? ഉത്തരം ദഹനബലികളും സമാധാന ബലികളും. ചോദ്യം 4. ഇസ്രായേലിൽ എന്ത് ഇല്ലാതാകത്തക്കവണ്ണം നാശം വന്നു ഭവിച്ചു എന്നാണ് ഇസ്രായേൽ ഗോത്രക്കാർ പറഞ്ഞത്? ഉത്തരം ഒരു ഗോത്രം. ചോദ്യം 5. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ എന്ത് ചെയ്യും എന്നാണ് ഇസ്രായേൽക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നത്? ഉത്തരം കൊന്നുകളയണമെന്ന്. ചോദ്യം 6. ആരോടാണ് ഇസ്രായേലിന് അനുകമ്പ തോന്നിയത്? ഉത്തരം തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട്. ചോദ്യം 7. മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വരാഞ്ഞത് ആര്? ഉത്തരം യാബേഷ് ഗിലയാദിൽ നിന്ന് ആരും. ചോദ്യം 8. ഇസ്രായേൽ സമൂഹം യാബേഷ് ഗിലയാദ് നിവാസികളെ വാളിനിരയാക്കാൻ എത്ര പേരെയാണ് നിയോഗിച്ചത്? ഉത്തരം യുദ്ധവീരന്മാരായ 12,000 ആളുകളെ. ചോദ്യം 9. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തെ ഷീലോയിലെ പാളയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ആര്? ഉത്തരം യാബേഷ് ഗിലയാദിലെ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത 400 കന്യകമാരെ. ചോദ്യം 10. ഇസ്രായേൽ സമൂഹം മുഴുവൻ ഒന്നുചേർന്ന് സമാധാന പ്രഖ്യാപനം നടത്തിയത് ആരുടെ അടുക്കലാണ്? ഉത്തരം റിമ്മോൺ പാറയിൽ താമസിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കൽ. ചോദ്യം 11. യാബേഷ് ഗിലയാദിൽ നിന്ന് ജീവനോടെ രക്ഷിച്ച സ്ത്രീകളെ ഭാര്യമാരായി കൊടുത്തത് ആർക്ക്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. ചോദ്യം 12. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ കർത്താവ് എന്ത് സൃഷ്ടിച്ചതുകൊണ്ടാണ് ജനത്തിന് ബെഞ്ചമിൻ വംശജരോട് അലിവ് തോന്നിയത്? ഉത്തരം ഒരു വിടവ്. ചോദ്യം 13. ബഥേലിന് വടക്കും ബഥേലിൽ നിന്ന് ഷെക്കെമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനാക്ക് തെക്കുമുള്ള എവിടെയാണ് കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുള്ളത്? ഉത്തരം ഷീലോയിൽ. ചോദ്യം 14. എവിടെ പതിയിരിക്കാനാണ് ബെഞ്ചമിൻകാരോട് ഇസ്രായേൽക്കാർ നിർദ്ദേശിച്ചത്? ഉത്തരം മുന്തിരിത്തോട്ടങ്ങളിൽ. ചോദ്യം 15. ഷീലോയിലെ യുവതികൾ എന്തിനാണ് ഉത്സവത്തിന് വരാറുള്ളത്? ഉത്തരം നൃത്തം ചെയ്യാൻ. ചോദ്യം 16. തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവിടെ വസിച്ചത് ആര്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രജർ. ചോദ്യം 17. ആരാണ് താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും പോയത്? ഉത്തരം ഇസ്രായേൽ ജനം.